എമ്പുരാൻ എന്ന സിനിമയുടെ അപ്ഡേറ്റുകൾ ചോദിച്ചു വരുന്നവർക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ് കഴിഞ്ഞ 2-3 ദിവസമായി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ സന്തോഷം നൽകുന്ന കാര്യമായി ബന്ധപ്പെട്ട് ആദ്യം എടുത്ത് പറയേണ്ടത് ആന്റണി പെരുമ്പാവൂരിന്റെ പേര് തന്നെയാണ്. അണിയറയിൽ ഇത്രയൊക്കെ പ്രശ്നമുണ്ടെങ്കിലും അതൊക്കെ സോർട്ട് ഔട്ട് ആക്കുന്ന ആന്റണി പെരുമ്പാവൂരിനെ ശരിക്കും നമിച്ചേ മതിയാകൂ എന്നാണ് പല മോഹൻലാൽ ഫാൻസും പ്രമുഖ മൂവി അനലിസ്റ്റുകളും ഒക്കെ പറയുന്നത്. അദ്ദേഹമാണ് ഈ പ്രശ്നങ്ങളൊക്കെ സോർട്ട് ഔട്ട് ആക്കിയപ്പോൾ നമുക്ക് മുന്നിലേക്ക് കറക്റ്റ് സമയത്ത് തന്നെ ചിത്രം റിലീസാക്കാൻ ഒരുക്കിയെടുത്തിരിക്കുന്നതും. ഇതെല്ലാം സോർട്ട് ഔട്ട് ആക്കുമ്പോൾ മോഹൻലാലും പൃഥ്വിരാജും തൊട്ടുപുറകയിൽ ഉണ്ട് താനും. മലയാള സിനിമാ പ്രേമികൾ ഒന്നടങ്കം കാത്തിരിക്കുകയാണ് മോഹൻലാൽ നായകനായി, പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എമ്പുരാനായി. സിനിമയുടേതായുള്ള എല്ലാ അപ്ഡേഷനും നിമിഷ നേരം കൊണ്ടാണ് ആരാധക ശ്രദ്ധ നേടുന്നത്. സത്യനന്ദിക്കാട് ചിത്രം ഹൃദയപൂർവ്വത്തിലാണ് മോഹൻലാൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യനന്ദിക്കാടും മോഹൻലാലും ഒന്നിക്കുന്ന 20ാമത്തെ ചിത്രമാണ് ഹൃദയപൂർവ്വം. ആശീർവാദ് സിനിമാസും സത്യനന്ദിക്കാടും ഒന്നിക്കുന്ന 5ാമത്തെ ചിത്രം കൂടിയാണ് ഇത്. ഇപ്പോഴത്തെ സിനിമയുടെ ചിത്രീകരണത്തിൽ നിന്നും ഇടവേള എടുത്തിരിക്കുകയാണ് മോഹൻലാൽ. എമ്പുരാന്റെ റിലീസിന് ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. സിനിമയുടെ പ്രമോഷനും റിലീസും കഴിയുന്നത് വരെ മറ്റ് കമ്മിറ്റ്മെന്റുകളെല്ലാം ഒഴിവാക്കിയിരിക്കുകയാണ് മോഹൻലാൽ എന്നത് റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞു. ചിത്രത്തിന്റെ ട്രെയിലർ ഇതുവരെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടില്ല. ഇതിൽ കടുത്ത നിരാശയിലാണ് ആരാധകരും. എന്നാൽ അതുടനെ നമ്മുടെ മുന്നിലേക്ക് എത്തും. 16 or 17 എമ്പുരാൻ എന്ന സിനിമയുടെ ട്രെയിലർ നമുക്ക് മുന്നിലേക്ക് എത്തുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. അതിനൊക്കെ മുന്നോടിയായി മോഹൻലാൽ എമ്പുരാനിലേക്ക് എത്തുകയാണ്. പൃഥ്വിരാജും ഇങ്ങെത്തി. പൃഥ്വിരാജ് SSMB 29 എന്ന രാജമൗലി ചിത്രത്തിന്റെ ആദ്യ ഷെഡ്യൂൾ പൂർത്തിയാക്കി ഇങ്ങ് ചെന്നൈയിലെത്തിയിരിക്കുകയാണ്. ചെന്നൈയിലാണ് ചിത്രത്തിന്റെ ഇപ്പോഴുള്ള മിക്സിംഗ് നടക്കുന്നത്. അതിന്റെ വർക്കിലാണ് പൃഥ്വിരാജ് ഇപ്പോൾ ഉള്ളതെന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ട്. എപ്പിക് കണ്ടന്റിന് വേണ്ടിയുള്ള മിക്സിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ മേൽനോട്ടമാണ് പൃഥ്വിരാജ് വഹിക്കുന്നത്. കൂടാതെ ചിത്രത്തിന്റെ ട്രെയിലറിൽ എപ്പിക് ഐമാക്സ് ലോഗോകൾ വരാനുള്ള സാധ്യത പറഞ്ഞു വെക്കുന്നുണ്ട്. 100% ഉറപ്പില്ലെന്നും ട്രേഡ് അനലിസ്റ്റുകൾ വ്യക്തമാക്കുന്നുണ്ട്. ഐമാക്സ് കണ്ടന്റ് എമ്പുരാനുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ടോ എന്നത്. അങ്ങനെ വരികയാണെങ്കിൽ ഐമാക്സിൽ വരുന്ന ആദ്യത്തെ പ്രോപ്പർ മലയാള സിനിമയാകും എമ്പുരാൻ എന്ന് പറയാൻ കഴിയും. എന്നിരുന്നാലും നേരത്തെ ഇതിന്റെ സൂചനയൊക്കെ പൃഥ്വിരാജ് നൽകിയിരുന്നു ഐമാക്സ് കണ്ടന്റിന്റെ കാര്യങ്ങളെക്കുറിച്ച്. ഇപ്പോൾ സിനിമകൾ ഐമാക്സിലേക്ക് കൺവെർട്ട് ചെയ്യാൻ കഴിയുമല്ലോ. ആ കാര്യങ്ങളായിരുന്നു പൃഥ്വിരാജ് അന്ന് പറഞ്ഞത്. എന്തായാലും എപ്പിക് ഐമാക്സ് സ്ക്രീനുകളിൽ പ്രതീക്ഷിക്കാം. എപ്പിക്കിന് വേണ്ടിയിട്ടുള്ള കണ്ടന്റ് മിക്സിംഗ് ആണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. അപ്പോൾ വലിയ സ്ക്രീനുകളിൽ എമ്പുരാൻ ശരിക്കും ഞെട്ടിപ്പിക്കും. എന്തായാലും ട്രെയിലർ 16 or 17 നമ്മുടെ മുന്നിലേക്ക് എത്തുമെന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് ഏറ്റവും അവസാനമായി എമ്പുരാനെ കുറിച്ച് അപ്ഡേറ്റ് പ്രമുഖ മൂവി അനലിസ്റ്റുകൾ നൽകിയിരിക്കുന്നത്. എന്തായാലും ഇതൊരു ട്രെയിലർ ലോഞ്ച് ചടങ്ങ് പോലെ നടത്താനുള്ള പ്ലാനുകൾ തന്നെയാണ് അവർ ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് ഔട്ട്സൈഡ് കേരളയിലായിരിക്കും എന്നും പറയപ്പെടുന്നു. എന്തായാലും പൃഥ്വിരാജ് ചെന്നൈയിൽ ഫൈനൽ മിക്സിംഗിന് വേണ്ടി എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും മലയാള സിനിമ ഇതുവരെ കാണാത്ത പ്രമോഷൻ ആയിരിക്കും ചിത്രത്തിൻ്റെതായി നടക്കുക എന്നാണ് റിപ്പോർട്ടുകൾ. അതൊരു ടൈറ്റ് ഷെഡ്യൂളിലായിരിക്കും നടക്കാൻ സാധ്യതയെന്നും ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം റിലീസിന് ഇനി അധികം ദിവസങ്ങളൊന്നുമില്ലല്ലോ. അപ്പോൾ ഒരു ടൈറ്റ് ഷെഡ്യൂളിൽ പ്രേക്ഷകരെ ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ ഒരു പ്രമോഷനൊക്കെ നടത്തി അങ്ങനെ എൻഗേജ് ആയി നിർത്താനുള്ള പ്ലാൻ തന്നെയായിരിക്കും ഇവർ ഒരുക്കുക എന്നാണ് ഇപ്പോൾ പറയാൻ കഴിയുക. ബുക്ക് മൈ ഷോയിൽ എമ്പുരാൻ സിനിമയ്ക്ക് താല്പര്യം പ്രകടിപ്പിക്കുന്നവരുടെ എണ്ണം 100,000-ന് മുകളിൽ പോയി കഴിഞ്ഞു. 150K എത്തുന്നു എന്ന് കാണാനും കഴിയും. എമ്പുരാന്റെ ഒരു എക്സ്ക്ലൂസീവ് ഷോ ന്യൂയോർക്ക് ടൈംസ് സ്ക്വയറിൽ പ്രദർശിപ്പിക്കാൻ ഒരുങ്ങിയാണ് നിർമ്മാതാക്കൾ. ആശീർവാദ് ഹോളിവുഡിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഇക്കാര്യം അറിയിച്ചിരുന്നു. ഒരു ഫാൻ മീറ്റും അവിടെ നടത്തുന്നുണ്ട്. ഒരു വ്യത്യസ്തമായ അപ്രോച്ചുകളാണ് എമ്പുരാന്റെ ടീം അംഗങ്ങൾ നടത്തുന്നത്. കൂടാതെ മാർച്ച് 20 ലൂസിഫർ എന്ന ചിത്രത്തിന്റെ റീ റിലീസ് കൂടിയാണ് നടക്കാൻ പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട മറ്റ് രാജ്യങ്ങളിലെ റിപ്പോർട്ടുകളൊക്കെ ഇപ്പോൾ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ എത്തിയിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റ്, ഓസ്ട്രേലിയ, യൂറോപ്പ്, USA എന്നിവിടങ്ങളിലൊക്കെ ലൂസിഫർ എന്ന ചിത്രം 20 തന്നെ റീ റിലീസ് ചെയ്യാൻ പോവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് സൈബർ സിസ്റ്റം റീ റിലീസ് വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരെല്ലാം ഇപ്പോൾ എമ്പുരാന് വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞു. ഇനിയെല്ലാം എമ്പുരാന്റെ റിലീസ് വരെയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പൃഥ്വിരാജും ആന്റണി പെരുമ്പാവൂരും മോഹൻലാലും എത്തിയിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി ആന്റണി പെരുമ്പാവൂരിനെ അഭിനന്ദിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് പോലും വന്നിട്ടില്ല എന്നതാണ് പല ഫാൻസുകാരും പറയുന്നത്. ഈ സിനിമയ്ക്ക് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ സമർപ്പണവും കഠിനാധ്വാനം വാക്കുകൾക്ക് അതീതമാണ്. അസാധ്യമായത് സാധ്യമാക്കുന്നതിന് പിന്നിലെ മനുഷ്യൻ ആന്റണി പെരുമ്പാവൂരിനെ പ്രശംസിക്കുകയാണ് ഇന്നേ ദിവസം എല്ലാവരും. കാരണം എമ്പുരാന്റെ എല്ലാ ഇഷ്യൂകളും സോർട്ട് ഔട്ട് ആക്കി എന്നതുകൊണ്ട്.